ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജൂസ് കോഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൗദി അറേബ്യയുടെയൊക്കെ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയപ്പെടുന്ന ചിക്കൻ കബ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് കൂടെ നമ്മൾ 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് 2 ബേ ലീവ്സും 3 കറുവപ്പട്ട, ഒരു 6 ഏലയ്ക്ക, ഗ്രാമ്പു ഒരു 5-6, അതുപോലെ 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇതിടണം. അതിൻ്റെ കൂടെ നമ്മൾ ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ, അതുപോലെ ഗാർലിക് പേസ്റ്റ് 3 ടീസ്പൂൺ ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതിനൂടെ നമ്മൾ പിന്നെ ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ്. ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. കെച്ചപ്പല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ടൊമാറ്റോ പേസ്റ്റ്, നല്ല തിക്കായിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് വാങ്ങാൻ കിട്ടും. അതൊരു 2 ടേബിൾ സ്പൂണ്. പിന്നെ 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തത്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇടുന്നതാണ് ബ്ലാക്ക് ലെമൺ. അതൊന്ന് ജസ്റ്റ് ഒരു ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പുളിയും മണവും എല്ലാം നല്ലപോലെ കിട്ടുക. അല്ല വെറുതെ ഇട്ടാൽ അതിനൊരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ എടുക്കുന്നത് ക്യാപ്സിക്കാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ക്യാപ്സിക്കം ഞാൻ ഇട്ടുന്നുള്ളൂ. ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചത്. പിന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇടുന്നതാണ് അറബിക് മസാല, അല്ലെങ്കിൽ കബ്സ മസാല ഇട്ടാലും മതി. അറബിക് മസാല ഞാനൊരു 2.5 ടീസ്പൂൺ അറബിക് മസാല ഇടുന്നുണ്ട്. പിന്നെ ഒരു 1.5 കിലോ ഒക്കെ വരുന്ന ഒരു ചിക്കൻ വലിയ പീസസ് ആയിട്ട് മുറിച്ചത്, തോലോട് കൂടിയിട്ടുള്ളതാണ് ഇടുന്നത്. വലിയ പീസായിട്ട് മുറിച്ചിടുന്ന. അപ്പം അത് ഇട്ട് ഒന്ന് ചിക്കൻ്റെ പീസിലൊന്ന് ഓരോരോ വരയും കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം, ഒരു 4 കപ്പ് തിളച്ച വെള്ളം, പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വേവിക്കാൻ നമ്മൾ ഒരു 20 തൊട്ടൊരു 30 മിനിറ്റ് വരെ നമ്മൾ ചിക്കൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമ്മളത് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് നോക്കണം ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന്. അറിയാമല്ലോ, ചിക്കൻ ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താവുന്നത്. ഞാനൊരു മാക്സിമം ഒരു സമയം പറഞ്ഞു എന്നുള്ളൂ, 20 തൊട്ട് 30 മിനിറ്റ് ഞാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ഒരു ചിക്കൻ വേവാൻ വേണ്ടി ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ എടുത്തിന്. അത് ശേഷം നമ്മൾ ചിക്കൻ മാത്രം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഗ്രേവി ആവശ്യമായിട്ടുണ്ട്. ഗ്രേവിയിലാണ് നമ്മൾ റൈസ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. 3 കപ്പ് റൈസാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മൊത്തത്തിൽ 6 കപ്പ് വെള്ളം, ഓൾറെഡി വെള്ളം ഉണ്ട് അതിനകത്ത്, അതും കൂടി എക്സ്ട്രാ 2 കപ്പ് കൊണ്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 6 കപ്പ് വെള്ളം. അതിന് ആവശ്യമായി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഗ്രേവിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ്. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം റൈസ് വേവിക്കുമ്പോൾ. അപ്പം ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെച്ചതാണ്. അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പണിയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒലിവ് ഓയിലും നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ എന്തിനാത് പേസ്റ്റാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. റൈസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ കുറച്ച് ഗാർണിഷിങ് പരിപാടിയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ചിക്കനിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ തേക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഒരു കളറും ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഇത് പാനിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഇതിന് കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചിക്കൻ ഗ്രേവി നിൽക്കുമ്പോൾ അതിനൊരു വലിയ കളറില്ല, കാരണം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത ഒരു ഭക്ഷണമാണ് കബ്സ. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ചിക്കനിൽ 2 വശവും നമ്മൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ റൈസ് ഇടയ്ക്ക് വെന്തോന്ന് നമ്മൾ നോക്കണം, മറന്നു പോകരുത്. കാരണം റൈസ് ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ റൈസ് നമ്മൾ ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കുമെന്ന് ചെയ്യില്ല. ഒരു സൈഡിൽ കൂടെ നല്ല
ഇതിലായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ മുറിഞ്ഞു പോകാനുള്ള ഇതുണ്ട്. ഒന്ന് വട്ടത്തിൽ കറക്കി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ റൈസ് ശരിക്കും വന്നിട്ടില്ല, അപ്പം ഞാൻ അടുത്ത അടുപ്പിലോട്ട് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ വേറൊരു പാൻ എടുത്ത് ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്ത് ഒന്നൊഴിച്ചിട്ട് ചിക്കനൊക്കെ നമുക്കൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് നേരിട്ട് മുരിക്കൽ ചിക്കൻ കഴിഞ്ഞ് പോകും. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കന് ഭയങ്കര കട്ടിയായിപ്പോൾ നമ്മൾ അത്രയും നേരം ആക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പം ചോറും ആയിക്കഴിഞ്ഞാൽ കപ്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. കാരണം ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.